إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയ സമയത്ത് അറഫയിൽ വെച്ച് ദുൽഹിജ്ജ 9 അറഫയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഖുത്ബത്തുൽ വദാ വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പേരിൽ പ്രസിദ്ധമായ ഒരു പ്രഭാഷണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയുണ്ടായി. തൻ്റെ ദൗത്യം അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹയി പൂർത്തീകരിച്ചത് റസൂലുള്ളാഹി അറഫയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസവുമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം, അന്നത്തെ അറഫ വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അവിടെ വെച്ചാണ് റസൂലുള്ളാഹിക്ക് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിക്കുകയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയത് റസൂൽ അറഫയിൽ നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ്. ആ അറഫയിൽ നിൽക്കുന്ന, അറഫയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദുൽഹിജ്ജ 9 പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള, അറഫയുടെ അതിരിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തായിരുന്നു റസൂല് വാദി ഉറന എന്നറിയപ്പെടുന്ന ആ ഒരു ചെറിയ സ്ഥലത്തായിരുന്നു റസൂൽ ഒരു തമ്പ് കെട്ടി അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് റസൂൽ ആ പ്രഭാഷണം നടത്തിയത്. പക്ഷെ അതറിയപ്പെടുന്നത് ഒരു അറഫ പ്രഭാഷണം എന്ന നിലക്കാണ്. ആ പ്രസംഗവും കഴിഞ്ഞ് 2 റക്അത്ത് ളുഹറും 2 റക്അത്ത് അസ്റും ജമ്മും ഖസ്റുമാക്കി നമസ്കരിച്ചതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അറഫ എന്ന അതിർത്തി നിശ്ചയിച്ച ആ ഭാഗത്തേക്ക് കയറിപ്പോയത്. ആ പ്രസംഗം ഇന്നലെ അറഫയിൽ നടന്നു. 1400 വർഷമായിട്ട് എല്ലാ വർഷവും ഹജ്ജിൻ്റെ സമയത്ത് അത് നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ ഒരു സന്ദേശ പ്രബോധന പ്രചാരണ അവസരമായിരുന്നു റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അറഫയിൽ ആ പ്രഭാഷണം. ഇന്നും ലോകമെമ്പാടുമുള്ള
പ്രഭാഷണങ്ങളുണ്ട്. ചരിത്രത്തിൽ ഇടം പിടിച്ച വലിയ വലിയ പ്രസംഗങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയൊക്കെ പേരെടുത്ത് പറയുകയും ചെയ്യാറുണ്ട്. ആ പ്രസംഗങ്ങൾക്കൊക്കെ ചില മുഖങ്ങളുണ്ടാവാം, അവരുടേതായ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നും മനുഷ്യാവകാശ പ്രഖ്യാപനം, മനുഷ്യൻ്റെ അവകാശ പ്രഖ്യാപനം എന്ന നിലക്ക് ലോകത്താദ്യം നടന്ന പ്രസംഗമാണത് എന്നാണ് ആ വിഷയം പഠിച്ച ആളുകളൊക്കെ വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു പ്രസംഗം റസൂലുള്ള നടത്തുമ്പോൾ 1400 വർഷം മുമ്പ് ആ സമൂഹത്തിൻ്റെ അവസ്ഥയും അവിടെ നിന്നിരുന്ന ഗോത്ര പോരും വംശീയതയും ജാതീയതയും പലതരത്തിലുള്ള വിഭാഗീയതയും ഒക്കെ നിലനിന്നിരുന്ന ആ ലോകത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ പ്രസംഗം നടത്തിയത്. അതൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം തന്നെയാണ്. അതിനുശേഷമാണ്, എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മനുഷ്യൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള UN-ൻ്റെ ഒക്കെയുള്ള പ്രസ്താവങ്ങൾ പിന്നീട് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, ജനങ്ങളെ, ഒരു പക്ഷെ അടുത്ത വർഷം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിക്കൊള്ളുമെന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നൊരു കാര്യം, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലുക്കും ഹറാമുൻ അലൈക്കും കഹുറുമത്തി യൗമിക്കും ഹാദാ വിഷഹിരിക്കും ഹാദാ ഫി ഷഹിരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. വളരെ ചുരുക്കിയാണ് റസൂൽ കാര്യങ്ങൾ. ജനങ്ങളെ, നിങ്ങൾ ഓരോരുത്തരുടെയും രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഇതൊക്കെ എല്ലാവരുടേതും പവിത്രമാണ്, പരിശുദ്ധമാണ് എന്നാണ് ആദ്യത്തെ വാക്ക്. നമുക്കതൊരു ജാതീയതയില്ലാത്ത, യാതൊരു വിഭാഗീയതയുമില്ലാത്ത, എല്ലാവരെയും മനുഷ്യരായി കാണുന്ന, എല്ലാവരുടെയും ജീവനും അഭിമാനത്തിനുമൊക്കെ തുല്യ പരിഗണന നൽകുന്ന ഒരു വാക്കാണത്. അതന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. അന്ന് ആ നാട്ടിൽ പറയാൻ കഴിയുന്നൊരാശയമായിരുന്നില്ല അത്. ഖുറൈഷ് എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ ഗോത്രമാണ്. ആ ഗോത്രം ആ നാട് ഭരിച്ചിരുന്നവരാണ്. കഅബ കൊണ്ടു നടന്നിരുന്നവരാണ്, പരിപാലകരാണ്. അവരാണ് അവിടുത്തെ മേധാവികൾ. ആ മേധാവികളിൽപ്പെട്ട കുടുംബത്തിലൊരംഗമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അദ്ദേഹം താഴ്ന്ന ജാതിക്കാരനല്ല, അവരുടെ കണക്കനുസരിച്ച് ഉയർന്ന ജാതിക്കാരനാണ്, ഖുറൈഷ് വംശജനാണ്. പക്ഷെ ഉയർന്ന വംശജനായ ആ റസൂലുള്ളാഹിയാണ് പറയുന്നത്, എല്ലാവരുടെയും അഭിമാനം ഒന്നാണ്, രക്തം ഒന്നമാണ്, അവിടെ സമ്പത്തിൻ്റെ സുരക്ഷിതത്വം ഒരുപോലെയാണ്. ആർക്കും ആരേക്കാളും ഒരു പദവിയും ശ്രേഷ്ഠതയും വകവെച്ച് കൊടുക്കാനാവില്ല എന്നാണ്. നമ്മുടെ ലോകത്ത് പിന്നീട് ഒരുപാട് ആളുകളുടെ പ്രസംഗങ്ങളും ആശയങ്ങളും പടർന്നു വന്നിരിച്ചിട്ടുണ്ട്. പല വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ പറയാറുണ്ട് മനുഷ്യനെ ഒന്നായി കാണണമെന്ന്. നമ്മുടെ ഇന്നത്തെ രാജ്യത്ത് പോലും, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ പോലും ഒരു പട്ടിയോ പന്നിയോ ഒക്കെ ചത്തുപോയാൽ പോകുന്ന വേദന പോലുമില്ലാതെ താഴ്ന്ന ജാതിക്കാരെ അരിഞ്ഞു വീഴ്ത്തുകയും കൊല ചെയ്യുകയും അവരൊക്കെ മർദ്ദിക്കുകയും ചെയ്യുന്ന ലോകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ഒരു മൃഗത്തിന് കിട്ടുന്ന പരിഗണന പോലും ലഭിക്കാത്ത ലോകത്താണ്. എന്നാൽ മനുഷ്യരൊക്കെ തുല്യരാണ് എന്ന ബോധം ഈ നാട്ടിൽ ഇപ്പോഴും പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്ന ആരാണ്? താഴ്ന്ന ജാതിക്കാരാണ്. അവരാണ് പറയുന്നത്, താഴേക്കിടയിലുള്ള അധസ്ഥിതരായ വിഭാഗം പറയുന്നു, ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയാണ് എന്നവർ അവകാശമായിട്ട് ഉന്നയിക്കുകയാണ്. അത് അവരുടെ ആവശ്യമായതുകൊണ്ട് അവർ ഉന്നയിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താഴ്ന്ന ജാതിക്കാരനല്ല, അവരുടെ കണക്ക് അനുസരിച്ച് ഖുറൈശ് വംശജനാണ്. അദ്ദേഹമാണ് പറയുന്നത്, നമ്മളെല്ലാവരും തുല്യ രക്തമുള്ള, തുല്യ അഭിമാനബോധമുള്ള, തുല്യ അവകാശബോധമുള്ള മനുഷ്യരെന്ന നിലക്ക് സമമാണ് എന്നാണ്. അങ്ങനെ മറ്റാരും ഇവിടെ പറയാറില്ല. അഭിജാതരായ ആളുകൾ ആരും അത് പറയാറില്ല.
താഴേക്കിടയിലുള്ള ആളുകൾ അങ്ങോട്ട് അവകാശപ്പെടുകയാണ്. ഇസ്ലാമിൻ്റെ നേരെ തിരിച്ചാണ്, എല്ലാ ആളുകളും തുല്യമാണ് എന്ന ആ ഒരു ഭാവന ആ പ്രഭാഷണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ശൈലി ശ്രദ്ധിച്ചു നോക്കണം. എല്ലാ മനുഷ്യരുടെയും രക്തവും അഭിമാനവും ജീവനും ഒക്കെ പവിത്രമാണ്. ഏതുപോലെ കയൗമിക്കും ഹാദാ, നിങ്ങളുടെ ഈ സുദിനം പോലെ. അതേതാണ്? അറഫ സുദിനമാണ്, അറഫ ദിനമാണ്. അറഫ ഏറ്റവും വിശുദ്ധമായൊരു ദിവസമാണ്. ഹജ്ജിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞെടുത്ത് അൽ ഹജ്ജു അൽ അറഫ, ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്. അറഫയിൽ നൃത്തമില്ലെങ്കിൽ ഹജ്ജില്ല, ഹജ്ജ് ലഭിക്കില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഒന്നടങ്കം പറയുന്നത്. ആ ഹജ്ജ് ലഭിക്കണമെങ്കിൽ അറഫയിൽ അല്പനേരമെങ്കിലും സുബൈക്ക് മുമ്പെങ്കിലും അവിടെ എത്തിയിരിക്കണമെന്നാണ്. ആ ദിവസത്തിൻ്റെ വിശുദ്ധി പോലെ വിശുദ്ധമാണ് മുഴുവൻ മനുഷ്യരുടെയും ജീവനും അഭിമാനവും സ്വത്തുമൊക്കെ. രണ്ടാമത് പറഞ്ഞത് വഫി ഷഹരിക്കും ഹാദാ, ഈ മാസം പോലെ പവിത്രമാണ്. ഏതാണ് ഈ മാസം? ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജ 9 പ്രസംഗിക്കുന്ന ദിവസം. 11-നും 12-നും ഒക്കെ റസൂൽ അതുപോലെ പ്രസംഗിച്ചു. എന്താണ് ആ മാസത്തിൻ്റെ പ്രത്യേകത? റസൂലുള്ള പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ 4 മാസങ്ങൾ വിശുദ്ധമാണ്, പവിത്രമാണ്. ആ പവിത്രമായ മാസങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് എണ്ണിയിട്ടുള്ളത് ദുൽഹിജ്ജ മാസമാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് മാസം വേറൊന്നു. ഹജ്ജിൻ്റെ മാസമാണിത്. ഈ മാസങ്ങളുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണെന്ന് റസൂൽ പറയുന്നു. ഇങ്ങനെയൊക്കെ വിശുദ്ധിയുള്ള ഈ വിശുദ്ധി പോലെ വിശുദ്ധമാണ് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും ജീവനും അഭിമാനവും ഒക്കെ. മൂന്നാമത് റസൂൽ പറയുന്നത് ഈ നാട് പോലെ പരിശുദ്ധ പവിത്രമാണ് എന്ന. ഏതാണ് ആ നാട്? ഹറമാണ്, മക്കയാണ്. അവിടെ ഹറമുണ്ട്, മസ്ജിദുൽ ഹറാമുണ്ട്. അതൊക്കെ നിൽക്കുന്ന ആ നാട് പോലെ ലോകത്താദ്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഭവനം കഅബാലയം അവിടെയാണുള്ളത്. അതുപോലെ വിശുദ്ധമാണ്. അതിനേക്കാൾ ശ്രേഷ്ഠത ഇനി പറയാനില്ല. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം നോക്കുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെയൊക്കെ അള്ളാഹു പറയുന്നത്, നിങ്ങളെയൊക്കെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായിട്ടാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു, നിങ്ങളെ വിവിധ ഗോത്രങ്ങൾ, വിഭാഗങ്ങൾ ഒക്കെയായി ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് ലിതഅറഫു, നിങ്ങളെല്ലാവരും പരസ്പരം പരിചയപ്പെടാനാണ്, തിരിച്ചറിയാൻ വേണ്ടിയാണ്. ആളുകളെ വേർതിരിച്ചറിയണം. ഒരു അച്ചിൽ വാർത്തതുപോലെ ഒരേ രീതിയിലല്ല, വൈവിധ്യങ്ങൾ നിറഞ്ഞവരാണ് മനുഷ്യർ. നിറത്തിൽ വൈവിധ്യമുണ്ട്, വ്യത്യാസമുണ്ട്, വർണ്ണത്തിലുണ്ട്, ഭാവങ്ങളിലും ശരീരപ്രകൃതിയിലും ഘടനയിലും ഭൂപ്രദേശങ്ങളിലുമുണ്ട്, സിദ്ധികളിലും കഴിവുകളിലും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പരസ്പരം ഉപയോഗപ്പെടുത്തി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതൊന്നും നിങ്ങളുടെ മഹത്വത്തിൻ്റെ മാനദണ്ഡമല്ല. ഒരാൾ വെളുത്തവനായതുകൊണ്ടോ ഒരാൾ മറ്റേതെങ്കിലും ജാതി ഉന്നത കുല ജാതനായതുകൊണ്ടോ ഒരു മഹത്വവും നിങ്ങൾക്കില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നമുക്ക് ആ ഒരു വാക്ക് വല്ലാത്ത ആശയസ്പഷ്ടതയുള്ളതാണ്. നിങ്ങളിൽ ആദരണീയനായ മനുഷ്യൻ, ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണോ അള്ളാഹുവിനെ കൂടുതൽ ഭയഭക്തിയോടുകൂടി സൂക്ഷിച്ച് ജീവിക്കുന്നത്, അവൻ്റെ മഹത്വം മറ്റാർക്കുമില്ല എന്നാണ്. നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന മഹത്വത്തിൻ്റെ ചിഹ്നങ്ങൾ ദേഹത്തണിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. താനൊരു മഹാനാണെന്ന് ഭാവിച്ചുകൊണ്ട് സ്വയം ചാർത്തുകയും അന്യരാൽ ചാർത്തപ്പെടുകയും ചെയ്യുന്ന വലിയ ഭാവങ്ങളുണ്ട് ആളുകൾക്ക്. സ്ഥാനമാനത്തിൻ്റെ ചിഹ്നങ്ങളുണ്ട്. അതെല്ലാം അഴിച്ചു വെച്ചുകൊണ്ടാണ്, ഇഹ്റാമിൻ്റെ വേഷം അണിഞ്ഞുകൊണ്ടാണ് ആളുകൾ നിൽക്കുന്നത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ. ആ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണോ കൂടുതൽ പടച്ചവൻ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ, അവന് മാത്രമാണ് മഹത്വമുള്ളത്. ഇന്നലെ അറഫയിൽ നടന്ന പ്രസംഗത്തിൽ സാലിഹ് അൽ ഹുമൈദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും മഹത്വമാണ്. ഈമാൻ
ഉള്ള മനുഷ്യൻ്റെ അതിൻ്റെ എല്ലാ റുക്കിനുകളും അതിൻ്റെ ഭാഗങ്ങളും അദ്ദേഹം പരിചയപ്പെടുത്തി. ഇസ്ലാമിൻ്റെ എല്ലാ റുക്കിനുകളും പരിചയപ്പെടുത്തി, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പരിചയപ്പെടുത്തി. ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്ന ആശയം ഇതാണ്: ഇതൊക്കെ തന്നെയാണ് മതം. അതാണ് മനുഷ്യനെ നന്നാക്കുന്ന ഘടകവും. അതേ മനുഷ്യന് ഉപകാരപ്പെടുകയുള്ളൂ. ആ രീതിയിൽ ഇസ്ലാം മനുഷ്യൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു തരുന്നു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾക്കൊരു അധസ്ഥിത മനോഭാവവും വേണ്ട. പല ആളുകളും പലതും നമ്മളെ പറ്റിയൊക്കെ പറയും, ഇസ്ലാമിനെ പറ്റി പറയും. ഒരു അധസ്ഥിത മനോഭാവവും നമ്മൾ വെച്ച് പുലർത്തേണ്ടതില്ല. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉയർന്ന ആദർശം, ഏറ്റവും മികച്ച ആശയം ലോകത്തിൻ്റെ മുമ്പിൽ എടുത്തു പറയാനുള്ളത് ഇസ്ലാമിന് മാത്രമാണ്. മറ്റാർക്കും അതിലൊരാശയം എടുത്തു പറയാൻ പാടില്ല. രണ്ടാമത് ആ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ ജാഹിലിയത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും തഹ്ത ഖദമയ്യ ഹാദാ, എൻ്റെ കാൽ കീഴിൽ ഞാൻ ചവിട്ടി താഴ്ത്തുന്നു. ഭാഷാ ശൈലി തന്നെ അങ്ങനെയാണ്. ഈ ജാഹിലിയത്തിൻ്റെ എല്ലാ ജീർണതകളും ഞാനിതാ എൻ്റെ കാൽ കീഴിൽ ചവിട്ടി താഴ്ത്തുന്ന. ഇനി നബിക്കൊരു അവസരമില്ല പറയാൻ. റസൂലുള്ളാഹിക്ക് ഇനിയൊരു അവസരം പിന്നീട് നീണ്ടു നിൽക്കുന്നില്ല. സന്ദേശം പൂർത്തിയായ ആയത്തിറങ്ങുന്നത് അറഫയിൽ വെച്ചാണ്. ഇനി റസൂൽ അധികം ആയുസ്സുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. 3 മാസത്തിലധികം റസൂൽ പിന്നീട് ജീവിച്ചിട്ടില്ല. അത്ര കുറഞ്ഞ കാലം റസൂൽ. ആ സന്ദർഭത്തിലാണ് റസൂൽ പറയുന്നത്, ജാഹിലിയത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും അടയാളങ്ങളും എല്ലാ സംസ്കാരങ്ങളും ഞാനിതാ എൻ്റെ കാൽ കീഴിൽ ചവിട്ടി താഴ്ത്തുന്നു എന്നാണ്. അതിനി പൊങ്ങി വരാൻ പാടില്ല. ഒരറബിക്കും ഒരു അനറബിയേക്കാളും ഒരു പവിത്രതയുമില്ല, ഒരു പരിശുദ്ധിയുമില്ല. ഒരു വെളുത്തവര് കറുത്തവനേക്കാൾ ഒരു മഹത്വവും അവകാശപ്പെടാനില്ല, ഒന്നുമില്ല. നോക്കൂ, അതിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ട സമൂഹമായിരുന്നു അവർ. 2 വർഷങ്ങൾക്കായി, ആ ഹജ്ജിൻ്റെ 2 വർഷങ്ങൾക്ക് മുമ്പ് 8ാമത്തെ വർഷം മക്ക ഫതഹായി, ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു. നമുക്ക് അവരുടെ നിന്ന് ആ ജീർണതയാണ്. ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു, മക്കയൊക്കെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന് റസൂൽ തിരിച്ചുപോയി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ബിലാൽ ബിൻ റബാഹ്, കറുത്ത വംശജനാണ് അദ്ദേഹം, എത്യോപ്യക്കാരനാണ്, കറുത്ത വംശജനാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ മാധുര്യമുള്ളതാണ്, നല്ല മധുരിമയുള്ള ശബ്ദം. അദ്ദേഹമാണ് ബാങ്ക് വിളിക്കാൻ വേണ്ടി എഴുന്നേറ്റ് റസൂൽ നിർദ്ദേശിച്ച അദ്ദേഹത്തോടാണ്. അദ്ദേഹം ആവേശത്തിൽ, നോക്കൂ, ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ മക്കയും മദീനയൊക്കെ വരികയാണ്. ആദ്യത്തെ ബാങ്ക് വിളി നടക്കുകയാണ്. കഅബാലയത്തിൻ്റെ നെറുകയിലേക്ക് ഏന്തി പിടിച്ച് കയറി ബിലാൽ ബിൻ റബാഹ്. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത്. ആ നാട്ടിലെ മുഴുവൻ പ്രമാണിമാരും താഴെ നിൽക്കുമ്പോൾ അബൂ സുഫിയാൻ അടക്കമുള്ള മുഴുവൻ ഖുറൈശ് വംശജരും, ഞാനൊരു ഖുറൈശിയാണ് എന്നതിൻ്റെ പേരിൽ നാട്യം കൊള്ളുന്ന, അഭിമാനം കൊള്ളുന്ന ആളുകളൊക്കെ നിൽക്കുമ്പോഴാണ് കറുത്ത വംശജനായ ബിലാൽ പലരുടെയും ചുമൽ ചവിട്ടി കയറിയിട്ട് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നത്. ആ ബാങ്ക് വിളി നടന്നു. അത് ചരിത്രത്തിലൊരു സംഭവമാണ്. പക്ഷേ ആ ബാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാലിനെ നിർദ്ദേശിച്ച റസൂലിൻ്റെ ആ പ്രവൃത്തിയിൽ അവിടെ പലർക്കും ഇഷ്ടക്കേടുണ്ടായിരുന്നു. അവർ പ്രകടിപ്പിച്ചു, എന്താണ് ഈ ഒരു വലിയ സദസ്സിൽ ഇത്തരം ഒരു ഉയർന്ന സ്ഥാനത്ത്, ഉയർന്ന ഒരു സംഗതിയിൽ ഈ ബിലാൽ, ഈ അടിമ വംശജനായ ബിലാലിനെയാണോ ഏൽപ്പിക്കേണ്ടത്? ചിലരൊക്കെ പുറപുറത്തു. റസൂലിൻ്റെ അടുക്കലത് എത്തി വിവരം. റസൂൽ അവരോട് ചുവന്ന മുഖം തൊടുത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഉണ്ടായിരുന്ന, ഇസ്ലാം ആയിട്ടും ആ ജാഹിലിയത്തിൻ്റെ ചിഹ്നങ്ങൾ ചിലതൊക്കെ ബാക്കി നിന്നിരുന്ന ആളുകൾ, അവരെയാണ് റസൂല് പറയുന്നത്, ഒരു മഹത്വം നിങ്ങൾക്ക് ആർക്കുമില്ല. കുല്ലുക്കും മിൻ ആദം, എല്ലാം ആദമിൻ്റെ മക്കളാണ്. വാദം മിൻ തുറാബ്, ആദം മണ്ണിൻ്റെ പുത്രനാണ്. ഒരു മഹത്വവുമില്ല. ഒരു കുടുംബം വംശത്തിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിച്ച അബൂദർ അൽ ഗിഫാരിയെ റസൂല് പറഞ്ഞത്, ഇന്നക ഇംറുൻ മുസ്ലിമുൻ, നീ ഒരു മുസ്ലിമാണ്, വഫീക ജാഹിലിയ,
ഇപ്പോഴും ജാഹിലിയത്ത് ബാക്കി നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു. നമ്മളാളുകൾക്കൊക്കെ ഇത് പഠിക്കേണ്ട പാഠങ്ങളുടെ ഇതിൽ മുസ്ലിമാണ്, പക്ഷെ ജാഹിലിയത്തിൻ്റെ ചില ചിഹ്നങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നാ റസൂൽ അതിനെപ്പറ്റി പറഞ്ഞത്. കുടുംബം പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ കറുത്തവൻ്റെ മകനെ എന്ന് വിളിച്ചതാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മളുടെ ഇടയിലൊക്കെ ആപേക്ഷികമായിട്ട് കുറവാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ, നമ്മൾ ഇരിക്കുന്ന രാജ്യത്ത് ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വംശീയത കൂടി വരുന്നു, വർഗീയത കൂടി വരുന്നു, ജാതിയുടെ പേരിൽ തരംതിരിവ് കൂടി വരുന്നു, ആളുകളെ തച്ചു കൊല്ലുന്നു. വാർത്തകൾ ഇപ്പോൾ അവഗണിക്കാൻ മാത്രം വാർത്തകൾക്ക് ആധിക്യം വന്നു കഴിഞ്ഞു. ആരും പരിഗണിക്കാത്ത അവസ്ഥ വന്നു. നമ്മുടെ രാജ്യം പരിഷ്കൃതമാണ്, ലോകത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ജാതീയതയും വംശീയതയും ഒക്കെ ഉള്ളിൽ നിന്ന് പിന്നെയും പൊങ്ങി വരുന്നു. ഇവിടെ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ച കാഴ്ചപ്പാട്, ജനങ്ങളെ നിങ്ങളൊക്കെ ഒരു ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളാണ്. എല്ലാ മനുഷ്യരും ലോകത്തുള്ളവരൊക്കെ ഒരു ബാപ്പാൻ്റെ ഉമ്മയും മക്കളാണ്. ആ ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചാണ്. നിങ്ങളൊക്കെ മണ്ണിൻ്റെ മക്കളാണ്, മണ്ണിലേക്ക് പോകാനുള്ളവരാണ്. ആ ഒരു സമത്വ സിദ്ധാന്തവും വളരെ സമത്വഭാവമുള്ള ആശയവുമൊക്കെ റസൂല് പ്രഖ്യാപിച്ചത്, മുമ്പ് പല പ്രാവശ്യം പറഞ്ഞത്, ആവർത്തിച്ച് അവസാനത്തെ പ്രസംഗത്തിലും പറയുന്നത്, അറഫയിൽ വെച്ച് റസൂല് പറഞ്ഞ സന്ദേശം അതാണ്. അതിൽ നമ്മൾക്ക് അഭിമാനിക്കാം. നമ്മൾക്കൊരു പ്രശ്നവുമില്ല. നമ്മളുടെ ഇടയിലുള്ള ഉച്ചനീചത്വങ്ങളൊക്കെ ഒഴിവാക്കുകയും വേണം. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു ഉച്ചനീചത്വവും കാണിക്കാതെ വളരെ വിശാല മനസ്സുകൂടി പെരുമാറാൻ നമ്മൾ ശീലിക്കണം. ഇസ്ലാമിൻ്റെ പേരിൽ ഒരപകർഷതയും നമ്മൾക്ക് വേണ്ട. അഭിമാനത്തോടു കൂടി തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി നിൽക്കാൻ നമ്മൾ കഴിയും. സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ, അങ്ങേയറ്റത്തെ കാരുണ്യത്താൽ നമ്മൾക്കെല്ലാവർക്കും ഒരു ബലിപെരുന്നാൾ കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മുടെ നാട്ടിലെ ഉദയമനുസരിച്ച് പെരുന്നാളായി മാറുന്നത്. ഇന്ന് നമ്മളിൽ പല ആളുകളും നോമ്പെടുത്തിട്ടുണ്ടാവും. ബലിപെരുന്നാൾ നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ആഘോഷമാണ്. നമ്മളത് നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്ക് പല മുഖങ്ങളുണ്ട് ഇസ്ലാമിൽ. നോമ്പ് ഒരു ആരാധനയാണ്, അതിന് ഒരു രൂപമാണ്. നമസ്കാരം വേറൊരു ആരാധന, വേറൊരു രൂപമാണ്. ഹജ്ജ് വേറെ രീതിയിലൊരു ആരാധനയാണ്. ഓരോന്നിനും ഓരോ മുഖങ്ങളുണ്ട്, ഒക്കെ ആരാധനയാണ്. ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാഘോഷം, അതിനോടൊപ്പം തന്നെ ആരാധനയുടെ അകക്കാമ്പുള്ള ഒരാഘോഷമാണ് നമ്മുടെ പെരുന്നാളുകളൊക്കെ. ആ പെരുന്നാളാണ് ബലി പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൽ അങ്ങനെ പറയുന്നു. അറബിൽ ഈദുൽ അദ്ഹ, ബലി അറുക്കുന്ന ആഘോഷ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. ബലി പെരുന്നാൾ നമ്മൾ പറഞ്ഞ് വലിയ പെരുന്നാളാക്കിയതാണ്. ബലി പെരുന്നാളാണ്, ആ ബലി അറുക്കുന്ന ദിവസമാണ്. ഈ ബലിയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, അതൊരു ആരാധനയാണ്, ഇബാദത്താണ്. ഖുർആൻ ഒന്നിലധികം ആയത്തുകളിൽ മൃഗബലിയെപ്പറ്റി പറയുന്നുണ്ട്. 1, 2, 3 സ്ഥലത്തൊക്കെ പറയുന്നുണ്ട്. ഹദീസുകൾ അതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ കഴിയുന്നവർ ബലി അറുക്കുന്നുണ്ട്. അതിനുവേണ്ടി ശരീരത്തിന് മുടിയും നഖവും നീക്കാതെ ശ്രദ്ധിച്ച് പോകുന്നുണ്ട്. അതിനെപ്പറ്റി റസൂൽ പറഞ്ഞ 1-2 നിർദ്ദേശങ്ങൾ. ഒന്ന്, നമസ്കാരത്തിന് ശേഷമാണ് ബലി നൽകേണ്ടത്. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഒരാൾ ഈദ്ഗാഹാണ്, മുസല്ലിയിലേക്കാണ് വരുന്നത്, പള്ളിയിലേക്കല്ല. വരുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ബലിമൃഗത്തെ അറുത്തു വന്നുവാണ്. റസൂലിനോട് പറഞ്ഞു, അദ്ദേഹം റസൂലെ ഞാൻ അറുത്തിട്ടാണ് പോകുന്നതാണ്. അന്ന് അത്രേ ഉള്ളൂ. ആ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്ന കാലമാണ്. അദ്ദേഹത്തിന് അത് അറിയില്ല. റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, നമസ്കാരത്തിന് മുമ്പ് അറുത്തവൻ അതൊരു മാംസത്തിന് വേണ്ടി തൻ്റെ വീട്ടുകാർക്ക് കഴിക്കാനുള്ളൊരു മാംസത്തിന് അറുത്തതുപോലെ പരിഗണിക്കുള്ളൂ.
ആരെങ്കിലും നമസ്കാരത്തിന് ശേഷം അറുത്താൽ അതൊരു ബലിയാണ് എന്നാണ്. അപ്പോൾ നമസ്കാരത്തിന് ശേഷമാണ് അത് അറുക്കേണ്ടത്, അതാണ് ബലിയായിട്ട് മാറുന്നത്, അല്ലാത്തത് ബലിയായിട്ട് പരിഗണിക്കില്ല. രണ്ടാമത്, റസൂൽ അതിൽ പറഞ്ഞ ചില ആനുകൂല്യങ്ങളും സൗകര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. 2 പേർക്ക് അറുക്കാം, 3 പേർക്ക് ചേർന്ന് അറുക്കാം, 7 വരെ പറഞ്ഞു. ആടാണെങ്കിൽ ഒന്നിനെ സ്വന്തമായിട്ട് അറുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതു പ്രവണത നമ്മൾ തിരുത്തേണ്ട ചില സംഗതികളുണ്ട് അതിൽ. ഈ ഒന്നിലധികം ആളുകൾ ചേർന്നാണ് ഒരു ബലിമൃഗത്തെ അറുക്കുന്നത്. പൊതുവെ ഒന്നറുക്കുന്നവരും 2 പേര് ചേർന്ന് അറുക്കുന്നവരൊക്കെ ഉണ്ടാവും. വലിയ സാമ്പത്തിക ശേഷി കുറഞ്ഞവരൊക്കെ ഷെയർ ചേർന്നൊക്കെ അറുക്കും. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു സംഗതി, ഈ ബലിമൃഗം അറുക്കുമ്പോൾ അതിൻ്റെ ഒരു അടുത്ത് നമ്മളൊന്ന് പോയി നിൽക്കണം. നമ്മൾ അറുക്കുന്നതുമായിട്ട് സഹകരിച്ച് ഞാനും കൂടി പങ്കു ചേർന്നത് അറുക്കുന്നു എന്നുള്ളൊരു ബോധം നമ്മൾക്കൊക്കെ വേണം. ഇത് നമ്മളൊരു ഷെയർ കൊടുത്ത് നമ്മളിങ്ങനെ അതുമായിട്ടൊരു ബന്ധമില്ലാതെ അതിൻ്റെ ആ ഷെയറിൻ്റെ ആ വിഹിതം വീട്ടിലേക്ക് എത്തും. വീട്ടിൽ ഫ്രിഡ്ജിൽ അത് സൂക്ഷിച്ച് 4-5 ദിവസം ഉദാരമായിട്ട് സുഭിക്ഷമായിട്ട് കഴിക്കാം എന്നതല്ല. കഴിക്കലൊക്കെ നല്ല കാര്യമാണ്, അതിനൊന്നും മതം എതിരല്ല. പക്ഷെ നമ്മളൊരു ഇബാദത്താണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സഹകരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ കൂടി അറുക്കുന്നതാണ് എന്നറിയാൽ അറുക്കാൻ കഴിയുന്നവർ അറുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെയൊക്കെ സഹകരിച്ച് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നത് നമ്മളുടെ ഒരു ആരാധനാ കർമ്മത്തിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് ഈ തെക്ബീറിൻ്റെ കാര്യമാണ്. നമ്മൾ പെരുന്നാളിനനുബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ചെറിയ പെരുന്നാളിന്, ഈദുൽ ഫിത്തർ നമ്മൾ പറയുന്നത് ചെറിയ പെരുന്നാൾ, ആ ചെറിയ പെരുന്നാളിന് തെക്ബീർ നമ്മൾ ചൊല്ലുന്നത് പെരുന്നാൾ ഉറപ്പിച്ചതിന് ശേഷം, മഗ്‌രിബിന് ശേഷം. അപ്പോഴാണ് മാസം മാറുന്നത്, ദിവസം മാറുന്നതൊക്കെ അങ്ങനെയാണ് അറബിയിൽ. ഇതങ്ങനെയല്ല. ഈ ദുൽഹിജ്ജ റസൂലിൻ്റെ സഹാബികളൊക്കെ അബൂബക്കറും ഒക്കെ ഹജ്ജിൻ്റെ സമയത്ത് മിനയിലെ ടെൻറ്റുകളിലൊക്കെ തെക്ബീർ മുഴക്കിയിരുന്നു, അങ്ങാടികളിലൂടെയൊക്കെ തെക്ബീർ ചൊല്ലി നടന്നിരുന്നു എന്ന് കാണാം. നമുക്ക് ഇന്ന് മുതൽ തന്നെ തെക്ബീറാകാം, നാളെയും തെക്ബീറാകാം. 13 അയ്യാമുത്ത് തശ്രീക്കിൻ്റെ 11, 12, 13 അസ്ർ വരെയും തെക്ബീറുകൾ ചെല്ലാം. അത് കൂട്ടമായിട്ട് ചെല്ലണം എന്നല്ല പറയുന്നത്, കൂട്ടമായി ചെല്ലുന്ന രീതിയുമില്ല. അവനവന് സ്വന്തമായിട്ട് തെക്ബീറുകൾ ചെല്ലാം. നമസ്കാരത്തിന് ശേഷം തെക്ബീറുകൾ ചെല്ലാം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തെക്ബീറുകൾ ചെല്ലാം. വീട്ടിലൊക്കെ കുട്ടികളും ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരും ഇരുന്ന് ചെല്ലണം. അങ്ങനെ തെക്ബീറിൻ്റെ ഒരു സന്ദർഭമായിട്ടാണ് ഈ ബലി പെരുന്നാളിൻ്റെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത്. അതൊക്കെ നമ്മൾ സന്ദർഭം പോലെ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് അത് ചെയ്യുക. പിന്നെ ഈ ബലി പെരുന്നാൾ കഴിയുന്നതും നേരത്തെ നമസ്കരിക്കണം. കാരണം ബലിയുള്ളതാണ്, മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മുടെ പള്ളിയിൽ നമ്മുടെ ഈദ്ഗാഹ് കഴിയുമെങ്കിൽ ഈദ്ഗാഹ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നാളെ 7:30 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 7:30 നല്ല സമയമാണ്. കാരണം 4:45 സുബൈക്ക് ബാങ്ക് വിളിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ, നമ്മൾക്ക് സുബൈക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാരാണല്ലോ. 4:45 ബാങ്ക് വിളിക്കുന്നത്. 7:30 ആകുമ്പോഴേക്കും ഒരുപാട് സമയമാവും, നല്ല ചൂടാവും. അപ്പോൾ അത് വൈകാതെ രീതിയിൽ വളരെ നേരത്തെ ഈദ്ഗാഹുകളിൽ എത്തുക. അഥവാ മഴയും മറ്റുമൊക്കെ ആണെങ്കിൽ നമ്മുടെ പള്ളിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക, എല്ലാവരും എത്തുക. അത് കഴിഞ്ഞിട്ട് ബലിയെറുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി എല്ലാവരും അതിലേക്ക് നീങ്ങണം. ഈ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഈ നമസ്കരിക്കാൻ പറ്റാത്ത ഋതുമതികളായ സ്ത്രീകൾ വരെ മുസല്ലയിലേക്ക്, ഈദ്ഗാഹുകളിലേക്ക് റസൂൽ വരാൻ പറഞ്ഞിരുന്നു. റസൂൽ പറഞ്ഞു അവിടെയുള്ള നടക്കുന്ന തെക്ബീറുകളിലും പ്രാർത്ഥനകളിലും തഹ്ലീലുകളിലൊക്കെ അവർ പങ്കെടുക്കട്ടെ, ഖുതുബ അവർ കേൾക്കട്ടെ. മുസ്ലിം സമൂഹത്തിലെ ഉമ്മത്ത്